जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ 13ാമത്തെ അധ്യായം, പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. 13ാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 13ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 30ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രകൃതിവച കർമാണി ക്രിയമാണാനി സർവശ യ പശ്യതി തഥാത്മാനം കർത്താരം സപശ്യതി. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ജ്ഞാനം ലഭിച്ച വ്യക്തി, പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എങ്ങനെ കാര്യങ്ങളെ ദർശിക്കണം, എങ്ങനെയാണ് ഈ ലോകത്തിനെ കാണുന്നത്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. എല്ലായിടത്തും ഭഗവാന്റെ സാമീപ്യം, എല്ലാ ശരീരങ്ങളിലും പരമാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി പിന്നീട് ആ വ്യക്തിയുടെ ചിന്ത കൊണ്ട് അധപ്പതിക്കുന്നില്ല, താഴോട്ട് പോകുന്നില്ല. ആ വ്യക്തിക്ക് എപ്പോഴും ഭഗവാനെ ഓർക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ശ്ലോകത്തിൽ 29ാമത്തെ ശ്ലോകത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. പിന്നീട് ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. പ്രകൃതിവച കർമാണി ക്രിയമാണാനി സർവശ യ പശ്യതി തഥാത്മാനം അകർത്താരം സപശ്യതി. ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ശരീരമാണ് പ്രവർത്തനം നടത്തുന്നത്. ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ യാതൊരു പ്രവർത്തനവുമില്ല. ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ശരീരമാണ്, ജീവാത്മാവല്ല. ജീവാത്മാവിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചുകൊണ്ട് ജീവാത്മാവിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നത് ശരീരമാണ്. നമ്മൾ കാണുന്ന പ്രവർത്തനമെല്ലാം, ഭൗതിക പ്രകൃതിയിൽ കാണുന്ന പ്രവർത്തനമെല്ലാം ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, ആത്മീയമായിട്ടുള്ള പ്രവർത്തനമല്ല. ആത്മാവ് ഈ ഭൗതിക ലോകത്തിൽ നേരിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. അത് ശരീരത്തിന്റെ പ്രവർത്തനത്തിന് കാരണം മാത്രമാകുന്നതേ ഉള്ളൂ എന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾക്ക് വായിക്കാനുള്ള ശ്ലോകം 31ാമത്തെ ശ്ലോകമാണ്. ആ 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പരമാത്മാവിനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും ശരീരത്തിനെ കുറിച്ചും അതിന്റെ വ്യത്യാസങ്ങളെ കുറിച്ചും മനസ്സിലാക്കിയ ഒരു വ്യക്തി ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റത്തിനെ കുറിച്ചാണ് ഇവിടെ 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാ ഭൂതപൃഥക്ഭാവം ഏകസ്ഥം അനുപശ്യതി തഥ ഏവച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥാ. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട്, ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നും ആ വ്യക്തി ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് എത്തുന്ന സമയത്ത് ആ വ്യക്തിയുടെ ധാരണയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിന് എന്ത് പേരാണ് പറയുന്നത് എന്നിവിടെ പറയുന്നു. ബ്രഹ്മസമ്പദ്യതേ തഥാ എന്നാണ് പറയുന്നത്. ബ്രഹ്മധാരണ, ഒരു വ്യക്തിയുടെ ധാരണ, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട്
ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്ക് മാറുമ്പോൾ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിന് പറയുന്ന പേരാണ് ബ്രഹ്മധാരണ. ബ്രഹ്മധാരണയിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മധാരണയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി കാണുന്നത് എന്നും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ ശ്ലോകം നമ്മൾക്ക് നോക്കാം. 31ാമത്തെ ശ്ലോകം വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ലീലാമാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ ഭൂതപദഭാവം ഏകസ്തമനു പശ്യതി തദ ഏവ ച വിസ്താരം ബ്രഹ്മസമ്പദ്ധ്യതേ തഥാ. ജയശില പ്രഭുപാദ്. വിവേകശാലികളായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്ന് കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിൽ എത്തുന്നു. ഭാവാർത്ഥം: ജീവികളുടെ നാനാവിധ ശരീരങ്ങൾ ജീവാത്മാക്കളുടെ വിഭിന്നങ്ങളായ ആഗ്രഹങ്ങളിൽ നിന്നുളവാകുന്നു എന്നും വാസ്തവത്തിൽ ആത്മാവിനെ ബാധിക്കുന്നില്ലെന്നും കാണുന്നവനത്ര യഥാർത്ഥദർശി. ഭൗതികതാ സങ്കല്പപ്രകാരം ഒരാളെ ദേവനായും മറ്റൊരാളെ മനുഷ്യനായും ഒരു ജീവിയെ നായായും മറ്റൊന്നിനെ പൂച്ചയായും നമ്മൾ കരുതുന്നു. ഭൗതിക വീക്ഷണമാണിത്. ശരിയായ വീക്ഷണമല്ല. ഈ ഭേദഭാവനയ്ക്ക് കാരണം ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പമാണ്. ഭൗതിക ശരീരത്തിന്റെ നാശത്തിനു ശേഷം ആത്മാവ് മാത്രമേ ഉള്ളൂ. ആത്മാവ് ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താൽ പലവിധമുള്ള ശരീരങ്ങൾ കൈക്കൊള്ളുന്നു. ഇത് ദർശിച്ചവന് ആധ്യാത്മിക വീക്ഷണമുണ്ട്. ഇങ്ങനെ വലുത് ചെറുത് മനുഷ്യൻ മൃഗം എന്നിങ്ങനെയുള്ള ഭേദഭാവങ്ങളിൽ നിന്നും മുക്തനാവുന്ന ഒരാൾ വിശുദ്ധ പ്രജ്ഞനായിത്തീരും. തന്റെ ആത്മീയ വ്യക്തിത്വത്തിൽ കൃഷ്ണാവബോധം വളർത്താൻ അയാൾക്ക് കഴിയും. ആ സ്ഥിതിയിൽ കാര്യങ്ങളെ അയാൾ എങ്ങനെ കാണുന്നു എന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ലീലാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടും ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരാൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത്, മറ്റുള്ള ജീവജാലങ്ങളെ കാണുന്നത്. ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരാൾ എങ്ങനെയാണ് മറ്റു ജീവജാലങ്ങളെ, മറ്റുള്ളവരെ കാണുന്നത്. ആദ്യത്തെ വരിയിൽ പറയുന്നത് ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരു വ്യക്തി എങ്ങനെയാണ് കാണുന്നത് എന്നാണ്. യഥാഭൂത പൃഥഗ്ഭാവം. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. ആ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ശരീരത്തെ മാത്രമാണ് കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ അല്ലെ. ആനയുടെ ശരീരം, പൂച്ചയുടെ ശരീരം, പട്ടിയുടെ ശരീരം, മനുഷ്യന്റെ ശരീരം. മനുഷ്യരിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യന്മാർ. ഇതെല്ലാം വേറെ വേറെയാണ്. ഇതിനൊന്നും പരസ്പരം യാതൊരു ബന്ധവുമില്ല എന്ന് കാണുന്നതാണ് ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാട്. അങ്ങനെയാണ് ഭൗതികനായിട്ടുള്ള ഒരു വ്യക്തി കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ എന്ന് കാണുന്നു. പക്ഷെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് കാണുന്നത്? യഥാഭൂത പൃഥഗ്ഭാവം ഏകസ്ഥം അനുപശ്യതി. ഈ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിലൊക്കെ ഇരിക്കുന്നത് ഒരേ തരത്തിലുള്ള ജീവാത്മാവാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും. എല്ലാവരുടെ ശരീരത്തിൽ ഇരിക്കുന്നത് ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കളാണ്. ഏത് ജീവിയിലാണെങ്കിലും, ആനയിലായാലും പൂച്ചയിലായാലും തവളയിലായാലും കാക്കയിലായാലും പശുവിലായാലും, ഇങ്ങനെ എല്ലാ ജീവികളിലും ഇരിക്കുന്നത് ഒരേപോലെയുള്ള ജീവാത്മാക്കളാണ്. അവരെല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ്. അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരേപോലെയാണ് എന്ന് ആത്മീയമായിട്ടുള്ള ദർശനമുള്ള ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കും. നേരത്തെയും ഭഗവാൻ പറയുന്നുണ്ട്, വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിച്ചൈവ ശുഭാകേച്ച പണ്ഡിത സമദർശിന. യഥാർത്ഥ ജ്ഞാനമുള്ള വ്യക്തി
ഒരു പണ്ഡിതൻ എങ്ങനെയാണ് വ്യത്യസ്ത ജീവജാലങ്ങളെ കാണുന്നത്? എല്ലാവരെയും ഒരേപോലെ കാണുന്നു. ബ്രാഹ്മണോ ഗവിഹസ്തിനി, ഒരു ബ്രാഹ്മണനെ ആയാലും ഒരു പശുവിനെ ആയാലും ഒരു ആനയെ ആയാലും ഒരു ചണ്ടാലനെ ആയാലും ഒരു നായയെ ആയാലും എല്ലാവരുടെ ശരീരത്തിലും ഒരേപോലെയുള്ള ജീവാത്മാവാണുള്ളത്. എല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ്. അവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ശരീരം ഇപ്പോൾ താൽക്കാലികമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ. അവരുടെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമായിട്ട് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരം കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അവരെല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ്. ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കളാണ് എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും എന്ന് ആത്മീയമായിട്ടുള്ള ദർശനമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് ആത്മീയമായിട്ടുള്ള ദർശനവും ഭൗതികമായിട്ടുള്ള ദർശനവും തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക ദർശനത്തിൽ ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ജീവജാലങ്ങളെയാണ് അവർ കാണുന്നത്. അവർ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്നൊരിക്കലും ഭൗതിക ദർശനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. വേറെ വേറെ ജീവികൾ എന്ന് മാത്രമാണ് അവര് കാണുന്നത്. യഥാഭൂത പൃഥക് ഭാവം. പൃഥക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറെ, ഓരോ ശരീരവും വേറെ വേറെ ആയിട്ട് അവര് കാണും. ആത്മീയ ദർശനത്തിലോ ഏകസ്ഥം അനുപശ്യത്തി. എല്ലാ വ്യത്യസ്ത ശരീരങ്ങളാണെങ്കിലും അതിലൊക്കെ ഇരിക്കുന്ന ജീവാത്മാവ് ഒരേപോലെയാണ്. എല്ലാവരും ഒന്നുപോലെ തന്നെയാണ്. കാരണം എല്ലാവരും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കളാണ്. ആ ശരീരം പുറമേയുള്ള ഒരു കവർ മാത്രമാണ്, ഒരു പുറമോടി മാത്രമാണ്. അതിനകത്തിരിക്കുന്ന ജീവാത്മാക്കൾ എല്ലാവരും ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല എന്ന് ആത്മീയ ദർശനത്തിൽ കാണാൻ സാധിക്കും. ഏകസ്ഥം അനുപശ്യതി. ഇവിടെ അനുപശ്യതി എന്നാണ് പറയുന്നത്. അവർ കണ്ണുകൊണ്ടല്ല അത് കാണുന്നത്, അവരത് കേട്ട് മനസ്സിലാക്കിയതാണ്. അനുപശ്യതി ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രാമാണികന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നും അവർ കേട്ട് മനസ്സിലാക്കിയ, കേട്ടിട്ട് ദർശിക്കുന്നതിനെയാണ് അനുപശ്യതി എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിയായ രീതിയിൽ കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ഒരു ധാരണ നമുക്ക് കിട്ടുന്നത്. അല്ലെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ സൂര്യനെ കാണുന്നുണ്ട് അല്ലെ, എല്ലാ ദിവസവും നമ്മൾ സൂര്യനെ കാണുന്നു. സൂര്യനെ നമ്മൾ എത്ര വലുപ്പത്തിലാണ് കാണുന്നത്? നമ്മൾ കാണുമ്പോൾ സൂര്യൻ എത്ര വലുപ്പമുണ്ട്? ചെറുതായിട്ട് പൊട്ടുപോലെ. എന്നിട്ട് എത്ര വലുപ്പമുണ്ട്? ഏകദേശം ഒരു പ്ലേറ്റ് പോലെ അല്ല, ഒരു തളിക പോലെ, ഒരു പ്ലേറ്റ് പോലെ ചെറുതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ സൂര്യൻ എത്ര വലുപ്പമാണ് യഥാർത്ഥത്തിലുള്ളത്? ഭൂമിയുടെ അത്ര തന്നെ വലിപ്പമുണ്ടോ പ്രഭുജി? അത്രയുണ്ടെന്നല്ലേ പറയണം? ഭൂമിയേക്കാളും കൂടുതൽ, ഭൂമിയുടെ ഒരു 10 ഇരട്ടി വലുപ്പമുണ്ട് സൂര്യന് അല്ലെ. അത് നമ്മള് കണ്ട് മനസ്സിലാക്കിയതാണോ അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയതാണോ? കേട്ട് മനസ്സിലാക്കിയത്. കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂലല്ലോ. നമ്മൾ കാണുമ്പോൾ അതിന് ചെറിയ ഒരു പ്ലേറ്റിന്റെ അത്ര വലുപ്പമാണ്, ഒരു തളികയുടെ അത്ര വലുപ്പമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കാഴ്ച കൊണ്ടല്ല നമ്മൾക്ക് സൂര്യന് വളരെയധികം വലുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് സൂര്യന് ഇത്രയേ വലുപ്പമുള്ളൂ, ഒരു പ്ലേറ്റിന്റെ അത്ര വലുപ്പമുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ആ സൂര്യനെ കുറിച്ചുള്ള ശരിയായ ധാരണ ലഭിച്ചത് നമ്മൾ ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് കേട്ടത് കൊണ്ടാണ്. കാഴ്ച കൊണ്ട് മാത്രമല്ല നമ്മൾ സൂര്യനെ മനസ്സിലാക്കിയത്, നമ്മൾ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് കേട്ടു, ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് സൂര്യന്റെ വലുപ്പം വളരെ കൂടുതലാണ്. സൂര്യന് ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുണ്ട്, അത് വലിയൊരു ഗോളമാണ് എന്ന് മനസ്സിലാക്കിയത് നമ്മുടെ കാഴ്ചയിലൂടെ, നമ്മുടെ കണ്ണിലൂടെ കണ്ടിട്ടല്ല, ചെവിയിലൂടെ കേട്ടിട്ടാണ് നമ്മൾ സൂര്യനെ കുറിച്ച്, സൂര്യന്റെ യഥാർത്ഥ സ്ഥിതി നമ്മൾ മനസ്സിലാക്കിയത്. അതിനാണ് അനുപശ്യതി എന്ന് പറയുന്നത്. കേട്ടിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് അനുപശ്യതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജീവാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും നമ്മുടെ കണ്ണുകൊണ്ടല്ല,
ആത്മീയ ദർശനത്തിലും കണ്ണുകൊണ്ട് അദ്ദേഹം ജീവാത്മാവിനെ കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കേട്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജീവൻ, ജീവാത്മാവെന്ന് ഒരു ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം മാത്രമല്ല, അതിനകത്ത് ഒരു ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവാണ് ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത്. ജീവാത്മാവ് ഉള്ളതാണ് കൊണ്ടാണ് ആ ശരീരത്തിന് ബോധമുള്ളത്, ആ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ആ ജീവാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം വെറും ജഡവസ്തു മാത്രമാണ്, അതിനൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ജീവാത്മാക്കൾ എല്ലാ ശരീരത്തിലും ഒരേപോലെയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് കണ്ട് മനസ്സിലാക്കുന്നതല്ല, കേട്ട് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ അനുപശ്യതി എന്ന് പറയുന്നത്. അനുശുശ്രുമ എന്ന് അർജുനൻ പറയുന്നത്. നരകേ നിയതം വാസോ ഭവതീതി അനുശുശ്രുമ. ഞാൻ കേട്ടിട്ടുണ്ട് പിതൃക്കൾക്ക് പിണ്ടം ഉദകം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവര് നരകത്തിൽ സ്ഥിരമായിട്ട് വസിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അർജുനൻ പറയുന്നത്. അനുശുശ്രുമ. അപ്പൊ അത് അർജുനൻ കണ്ടു മനസ്സിലാക്കിയതല്ല, അർജുനൻ ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നും കേട്ട് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നമ്മൾ ആത്മാവിനെ കുറിച്ച് ഒരിക്കലും കണ്ടു മനസ്സിലാക്കാൻ പോകുന്നില്ല. കാഴ്ചയിൽ എപ്പോഴും നമ്മൾ ശരീരങ്ങൾ മാത്രമേ കാണുന്നു, അല്ലെ? സൂര്യൻ വലുതാണ് എന്ന് നമ്മൾ ഒരിക്കലും കണ്ടു മനസ്സിലാക്കാൻ പോകുന്നില്ല, അത് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അതേപോലെ ആത്മാവിനെ കുറിച്ചും ഇവിടെ നമ്മൾക്ക് മനസ്സിലാവുന്നത് കേൾക്കുന്നതിലൂടെയാണ്. കേൾക്കുന്നതിലൂടെയാണ് നമ്മുടെ കാഴ്ച കറക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ധാരണ ശരിയായിട്ടുള്ള ധാരണയിലേക്ക് എത്തുന്നത്. അപ്പോൾ കേൾക്കുന്നതിന്റെ മുന്നേ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ വേറെ വേറെ ശരീരങ്ങളായിട്ട് കണ്ടു. വ്യത്യസ്ത രൂപം, വ്യത്യസ്തമായിട്ടുള്ള ആകൃതി, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം, അതിനൊന്നും യാതൊരു പരസ്പര ബന്ധമില്ല എന്ന് നമ്മൾക്ക് തോന്നി. പക്ഷെ കേൾക്കുന്നതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്തൊക്കെ ഓരോ ആത്മാവുണ്ട്, ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒരേപോലെയാണ്. ഏകസ്ഥം അനുപശ്യൻ, അവരെല്ലാവരും ഒരേപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തത് ഏവച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥാ. ഇങ്ങനെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് ലഭിച്ച വ്യക്തിയാണ് ബ്രഹ്മസമ്പത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മധാരണയിലെത്തിയ വ്യക്തി എന്ന് പറയുന്നത്. ആത്മീയമായിട്ട് കാണാൻ സാധിക്കുന്നു, എല്ലാവരും ഭഗവാന്റെ അംശമാണ്, എല്ലാവരുടെ ശരീരത്തിലും ജീവാത്മാവ് ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയെ ബ്രഹ്മധാരണയിലെത്തിയ വ്യക്തി എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മധാരണയിലെത്തിയ വ്യക്തി എല്ലാവരും ഒരേപോലെ കാണുന്നു. പണ്ഡിത സമദർശിന വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണ ഗവിഹസ്തിനി ശുനിച്ചൈവ സ്വഭാഗേച്ച പണ്ഡിത സമദർശിന. അവർക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കും. ഏകസ്ഥം അനുപശ്യതി. ഈ കാഴ്ച നമുക്ക് കേൾക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ വ്യക്തി ബ്രഹ്മധാരണയിലെത്തുന്നു. ഇങ്ങനെ കാണാൻ സാധിക്കുന്ന വ്യക്തിക്ക് ബ്രഹ്മധാരണയിലെത്താൻ സാധിക്കും. കാഴ്ചപ്പാട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 32ാം ശ്ലോകം കൂടി വായിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. 32ാമത്തെ ശ്ലോകം. അനാദിത്വാ നിർഗുണത്വാ പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജീവനി മാതാവ് വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനാദിത്വാന്യഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ശാശ്വതത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം, അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നുമില്ല. ഭക്തിവേദാന്ത ശ്രീല പ്രഭാതി ജയ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഭൗതിക ശരീരത്തിന്റെ ഉത്പത്തിയിൽ ഒരു ജീവാത്മാവ് പിറന്നു എന്ന് തോന്നിപ്പോവും. വാസ്തവത്തിൽ
ജീവാത്മാവ് ശാശ്വതനാണ്, ജനിച്ചിട്ടുമില്ല, ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആത്മാവ് അതീന്ദ്രിയനും സനാതനനുമാണ്, നാശമില്ലാത്തതും. സ്വഭാവേന ആനന്ദമയനായ ആത്മാവ് ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല. തന്മൂലം ശരീര സമ്പർക്കം കാരണം ചെയ്യാനിടവരുന്ന കർമ്മങ്ങൾ ആത്മാവിനെ ബന്ധിക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ കൂടുതൽ വ്യക്തമാക്കുകയാണ് ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മള് സാധാരണഗതിയിൽ ഭൗതികമായിട്ടുള്ള വീക്ഷണത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിനെയാണ്, അല്ലെ? ശരീരമല്ല ജീവാത്മാവ്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാവിന്റെ പ്രവർത്തനം വളരെ വ്യത്യസ്തമാണ്. അനാദിത്വ നിർഗുണത്വ പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയൻ അക്കരോതി നലിപ്യത. ആത്മാവിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? അനാദിത്വ, അതൊരിക്കലും നശിക്കാത്തതാണ്, അതിന് തുടക്കമില്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ്. ശരീരം തുടങ്ങിയപ്പോഴല്ല ഈ ജീവൻ ഉണ്ടായത്. ശരീരം ഉണ്ടാകുന്നതിന് മുന്നേ ജീവനുണ്ട്. ജീവൻ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് മാത്രം. ജീവൻ എല്ലാ കാലത്തും ഉള്ളതാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരെ എന്ന് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അജനാണ്, ജനിക്കാത്തവനാണ് ആത്മാവ്. ജനന മരണങ്ങൾ ആർക്കാണ് സംഭവിക്കുന്നത്? ജനനവും മരണവും ഈ ശരീരത്തിലാണ് സംഭവിക്കുന്നത്. ശരീരമാണ് ജനിക്കുന്നത്, ശരീരമാണ് വളരുന്നത്, ശരീരത്തിനാണ് പ്രായമാകുന്നത്, ശരീരത്തിനാണ് അസുഖങ്ങൾ വരുന്നത്, ശരീരമാണ് മരിക്കുന്നത്. ജീവാത്മാവ് ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നതെങ്കിലും ഇതൊന്നും ശരീരത്തിനെ ബാധിക്കുന്നില്ല, ഈ ആത്മാവിനെ ബാധിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നതേയില്ല, അല്ലെ? ശരീരം ജനിക്കുന്നു, ആത്മാവ് ജനിക്കുന്നില്ല. കാരണം ആത്മാവ് അതിന്റെ മുന്നേ ഉണ്ട്. ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ശരീരം റെഡിയായി കഴിയുമ്പോൾ, ജീവാത്മാവിന് പ്രവേശിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ ആ ശരീരത്തിനകത്തേക്ക് ആത്മാവ് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ജനിക്കുന്നത് ആരാണ്? ജനിക്കുന്നത് ആ ശരീരമാണ്. ആത്മാവിന് വളർച്ചയില്ല, ശരീരമാണ് വളരുന്നത്. ആത്മാവ് എപ്പോഴും ഒരേ സൈസിൽ തന്നെ നിൽക്കുന്നതാണ്. അചലോയം, അതിന് മാറ്റമില്ല. ആത്മാവിന് മാറ്റമില്ല. ആത്മാവാണെങ്കിലും പരമാത്മാവാണെങ്കിലും അതിന് മാറ്റമില്ല. ജീവാത്മാവിന്റെ സൈസിനെ കുറിച്ച് നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ശരീരം എത്ര വളരെ വലുതാണെങ്കിലും ജീവാത്മാവ് വളരെ സൂക്ഷ്മമാണ്, അല്ല? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആത്മാവിന്റെ വലുപ്പത്തിനെ കുറിച്ച് പറഞ്ഞത് 2ാമത്തെ അധ്യായത്തിൽ? കേശാഗ്ര ശതമാഗസ്യ ശതശോധ കൽപ്പിതസ്യ. ഒരു കേശാഗ്രം, ഒരു മുടിയുടെ അറ്റം വളരെ മൈക്രോസ്കോപ്പിക് ആയിരിക്കും. അറ്റം എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോമീറ്റർ മാത്രമേ ഉണ്ടാവൂ. അതിനെ ആദ്യം 100 ഭാഗമായിട്ട് വിഭജിക്കുന്നു. അപ്പൊ ചെറിയൊരു ഡോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ല. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഡോട്ട്. അതിനെ വീണ്ടും 100 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിലൊരു പോയിന്റ് ആണ് ജീവാത്മാവിന്റെ സൈസ് എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും മാറുന്നില്ല. ആ സൈസിലുള്ള ജീവാത്മാവാണ് എല്ലാ ശരീരങ്ങളുടെ അകത്തിരിക്കുന്നത്. ശരീരം എത്ര വലുതായാലും ജീവാത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരു ബാക്ടീരിയയുടെ അകത്തിരിക്കുന്ന ജീവാത്മാവും, ഒരു ആനയുടെ അകത്തിരിക്കുന്ന ജീവാത്മാവും, ഒരു തിമിംഗലത്തിന്റെ അകത്തിരിക്കുന്ന ജീവാത്മാവും, ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്തിരിക്കുന്ന ജീവാത്മാവിന്റെ സൈസും ഒക്കെ സെയിമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പൊ ജനിക്കുന്നതും വളരുന്നതും ശരീരമാണ്. ജീവാത്മാവ് വളരുന്നില്ല, ജീവാത്മാവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി പ്രായമാകുന്നതും ശരീരത്തിനാണ് പ്രായമാകുന്നത്. ജീവാത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അവ്യയം, അത് അവ്യയമാണ്. അവ്യക്തോയം, അചിന്യോയം.
അവികാര്യോയം ഉച്ചത. അവികാര്യം, മാറ്റമില്ലാത്തതാണ് ജീവാത്മാവ്. മാറ്റം ആർക്കാണ് സംഭവിക്കുന്നത്? ശരീരത്തിനാണ്. അസുഖങ്ങൾ വരുന്നതും ആർക്കാണ്? ശരീരത്തിനാണ് അസുഖങ്ങൾ വരുന്നത്. ജീവാത്മാവിന് ഒരു അസുഖവും വരുന്നില്ല അല്ലേ? പനി വരുന്നതും അല്ലെങ്കിൽ കൊറോണ ബാധിക്കുന്നതും ഇതൊക്കെ ശരീരത്തിനാണ് അസുഖങ്ങൾ വരുന്നത്. ജീവാത്മാവിന് ഒരു അസുഖവും വരുന്നില്ല. ഇനി അസുഖം വന്ന് മരിച്ചു കഴിഞ്ഞാലും ആരാണ് മരിക്കുന്നത്? ശരീരമാണ് മരിക്കുന്നത്. ശരീരത്തിന്റെ പ്രവർത്തനമാണ് നിന്നു പോകുന്നത്. ജീവാത്മാവിന്റെ പ്രവർത്തനം ഒരിക്കലും നിന്നു പോകുന്നില്ല. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരം. ശരീരത്തിന്റെ പ്രവർത്തനം നിലയ്ക്കും, പക്ഷെ ജീവാത്മാവിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നില്ല. ജീവൻ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ആ ശരീരത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത്. ജീവാത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും അല്ലെ? വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപര തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനിതേ. ഒരു ശരീരം ജീർണിക്കുന്ന സമയത്ത്, അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സമയത്ത് ജീവൻ എന്ത് ചെയ്യും? വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. പുതിയ പുതിയ ശരീരങ്ങളിലേക്ക് ജീവൻ മാറിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതുപോലെ? ഒരു മനുഷ്യൻ പുതിയ പുതിയ വസ്ത്രങ്ങൾ എടുത്ത് അണിയുന്നത് പോലെ. അത്രയേ ഉള്ളൂ. ശരീരത്തിന്റെ ഒരു മാറ്റവും ജീവനെ ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ശരീരസ്ഥോപി കൗന്ദയ, അത് ശരീരത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ പോലും, ശരീരത്തിനകത്താണ് ജീവാത്മാവ് ഇരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ശരീരം ഉണ്ടാവും അല്ലെ? ചില ആളുകൾ നല്ല തടിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകളുടെ ശരീരം വളരെ മെലിഞ്ഞിട്ടായിരിക്കും. ചില ആളുകൾ കറുത്തിട്ടായിരിക്കും. ചില ആളുകൾ വെളുത്തിട്ടായിരിക്കും. ചില ആളുകളുടെ ശരീരം കാണുന്ന സമയത്ത് നല്ല സൗന്ദര്യമുള്ളതായിട്ട് തോന്നും. ചില ആളുകളുടെ ശരീരം കാണുമ്പോൾ അത്ര സൗന്ദര്യം ഇല്ലാത്തതായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള വ്യത്യസ്ത ശരീരത്തിലിരിക്കുന്ന അകത്തിരിക്കുന്ന ജീവാത്മാവ് ഒരേപോലെ തന്നെയാണ്. അതിന് ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ല. ശരീരത്തിന്റെ ആകൃതിയും ജീവാത്മാവിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമില്ല. ജീവാത്മാവിന്റെ ആകൃതി ഒരിക്കലും മാറുന്നില്ല. ന ലിപ്യതേ, അതിന് ബന്ധമില്ല എന്നാണ് പറയുന്നത്. ശരീരത്തിന് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ജീവാത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ ആക്സിഡന്റ് ആയി ഒരാളുടെ കൈ മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ കാല് മുറിഞ്ഞു പോയി. ജീവാത്മാവിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ജീവാത്മാവിന്റെ കൈ മുറിയുന്നില്ല, കാല് മുറിയുന്നില്ല. അതിനെ ഒരിക്കലും മുറിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയാം. അല്ല, അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷേവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. അതിനെ ഒരു ആയുധങ്ങൾ കൊണ്ടും മുറിക്കാൻ സാധിക്കും. മുറിക്കാൻ എന്തിനാണ് സാധിക്കുന്നത്? ശരീരത്തെ മുറിക്കാം. ശരീരത്തിനെയാണ് മുറിക്കുന്നത്, ജീവാത്മാവിനെ മുറിക്കാൻ സാധിക്കുകയില്ല. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് മുറിക്കുന്നത് ശരീരത്തിനെയാണ്, ജീവാത്മാവിനെ മുറിക്കാൻ സാധിക്കുകയില്ല. ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ മുറിയുന്നത്, അപകടം പറ്റുന്നത് ശരീരത്തിനാണ്, ജീവാത്മാവിന് ഒരു അപകടവും പറ്റുന്നില്ല. ചിലപ്പോൾ ചില ആളുകളുടെ ശരീരം പട്ടിണി കിടന്ന് നമ്മൾക്ക് കാണുമ്പോൾ വളരെ ദൈന്യത തോന്നും, പാവം തോന്നും. പക്ഷെ അതിനകത്തിരിക്കുന്ന ജീവാത്മാവിനെ ഒരിക്കലും പട്ടിണി ബാധിക്കുന്നില്ല, ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ശരീരത്തിനാണ് പട്ടിണി ബാധിക്കുന്നത്. അപ്പോൾ ശരീരത്തിന് എന്തൊക്കെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാലും, ചിലപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും അല്ലെ? അവരുടെ ശരീരം ജരയൊക്കെ ബാധിച്ച് ചുളിവുകളൊക്കെ വന്നിട്ട് ആകെ ചിലപ്പോൾ അനങ്ങാൻ പറ്റാത്ത ശരീരമായിട്ട് മാറും. അപ്പോഴും ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ജീവാത്മാവ് ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ജീവാത്മാവിന്റെ ആരോഗ്യത്തിനൊന്നും സംഭവിക്കുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇത് 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശദമാക്കിയതാണ്. ഇവിടെ കുറച്ചുകൂടി ഭഗവാൻ വേറൊരു രൂപത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി. ജീവാത്മാവ് ശരീരത്തിന് വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്.
കൗമാരപ്രായത്തിലാണെങ്കിലും യൗവനത്തിലാണെങ്കിലും വാർദ്ധക്യത്തിലാണെങ്കിലും, കൗമാരം, യൗവനം, ജര, ഇതിലൊക്കെ ജീവാത്മാവ് അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതിരിക്കും. ശരീരം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ശരീരം മുഴുവനായിട്ട് നശിച്ചാലും തഥാ ദേഹാന്തര പ്രാപ്തി, ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോയാലും ജീവാത്മാവ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവുമില്ല. കാരണം എന്താണ്? ശരീരത്തിലെ മാറ്റങ്ങൾ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. ന ലിപ്യതേ എന്നാണ് ഇവിടെ പറയുന്നത്. ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ശരീരത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ പോലും ആ ജീവാത്മാവിനെ ശരീരത്തിന്റെ മാറ്റങ്ങൾ ബാധിക്കുന്നതേ ഇല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും ബാധിക്കുന്നില്ല. ഇത് നമ്മൾക്ക് ഈ ഒരു അറിവ് വലിയൊരു ആശ്വാസം നൽകുന്ന അറിവാണ്, അല്ലെ? ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. മരിച്ചാൽ പോലും ജീവാത്മാവിനൊന്നും സംഭവിക്കില്ല. അപ്പൊ നമ്മൾ ദയ കാണിക്കുന്നതൊക്കെ ആരോടാണ്? ശരീരത്തിനോടാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിനോടാണ് ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയുള്ളവർ ദയ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ദയ കാണിക്കേണ്ടത് ആ ജീവാത്മാവിനോടാണ്. ശരീരത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ജീവാത്മാവിനോടാണ് ദയ കാണിക്കേണ്ടത്. ഇനിയും വേറൊരു ശരീരത്തിൽ കുടുങ്ങിപ്പോകാതെ ജീവാത്മാവിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. മറ്റുള്ള ശരീരത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ജീവാത്മാക്കൾക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്? എപ്പോഴാണ് അതിന് ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ, രക്ഷപ്പെടാൻ സാധിക്കുന്നത്? ഒരു യന്ത്രത്തിൽ കുടുങ്ങിപ്പോയതുപോലെയാണ്. യന്ത്രാരൂഢാനി മായയാണ്. ശരീരത്തിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തു കടക്കണമെങ്കിൽ ആ ശരീരം നശിക്കണം. അതുവരെ അതിനവിടെ കിടക്കണം. അതാണ് ജീവാത്മാവിന്റെ പ്രശ്നം. സ്വാതന്ത്ര്യമില്ലാത്തതാണ് ജീവാത്മാവിന്റെ പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ ശരീരത്തിന്റെ പ്രശ്നമാണ്, ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്, ഇത് തമ്മിൽ ബന്ധമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നത്. ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ശരീരത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിലും ശരീരത്തിന്റെ മാറ്റങ്ങൾ ജീവാത്മാവിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. ഈ ഒരു ദർശനമുള്ള വ്യക്തിയാണ് ആത്മീയമായിട്ടുള്ള ദർശനമുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു. ഈ 2 ശ്ലോകത്തിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലായത് എന്നൊന്ന് പറയുക. അതിനുശേഷം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. 31ാമത്തെ ശ്ലോകം. യഥാ ഭൂതപൃഥഗ്ഭാവം ഏകസ്ഥം അനുപശ്യതി തഥ ഏവച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥാ. ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചും ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചും 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാട്, എന്താണ് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് എന്ന്. അപ്പം എന്താണ് മനസ്സിലായത് എന്നൊന്ന് പറയുക. അതിനുശേഷം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. എന്താണ് മനസ്സിലായത്? ഹരേ കൃഷ്ണ പ്രഭു. കൈ മുറിയുമ്പോഴും കാല് മുറിയുമ്പോഴും നമുക്ക് തന്നെ ഉണ്ടാകുന്നത്. 31ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. യഥാ ഭൂതപൃഥഗ്ഭാവം ഏകസ്ഥം അനുപശ്യതി തഥ ഏവച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥാ. അതിലാണ് 2 കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞത്. ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടും ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് പറഞ്ഞത്? ആഗ്രഹം ജീവാത്മാവിന്റെ ക്യാരക്ടറാണെന്ന്. 31ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? ഹരേ കൃഷ്ണ പ്രഭു. ഓരോ ശരീരവും വ്യത്യസ്തം. ഭൗതിക കാഴ്ചപ്പാടുകളില് ഓരോ ശരീരവും വ്യത്യസ്തമായി കാണുന്നു. അതിൽ ഭഗവാന്റെ അംശം കാണുന്നില്ല. ആത്മീയ കാഴ്ചപ്പാടില് വ്യത്യസ്ത ശരീരങ്ങൾ ഇരിക്കുന്നത് ഭഗവാൻ അതിലൊക്കെ ആത്മീയമായിട്ട് കാണുമ്പോൾ അതിലെല്ലാം ഭഗവാന്റെ അംശം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാം ഒരേപോലെ കാണാൻ കഴിയുന്നു. ആത്മീയതയിലും ഭൗതികതയിലും വ്യത്യസ്ത ശരീരങ്ങളായിട്ട് കാണുന്ന ഭഗവാന്റെ അംശം ഇല്ല എന്ന് മനസ്സിലാവുന്നു. ഭൗതിക ദൃഷ്ടിയിൽ ശരീരങ്ങൾ വ്യത്യസ്തമാണ്, അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് കാണുന്നു. അവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. ശരീരം പുറമേ കാഴ്ചപ്പാടിൽ
ഓരോ ശരീരത്തിനകത്തും ഒരേപോലെയുള്ള ജീവാത്മാവ് ഇരിക്കുന്നുണ്ട്. എല്ലാ ശരീരത്തിലും ഇരിക്കുന്ന ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് അവരെല്ലാവരും ഒന്നുപോലെയാണ്. ഏകസ്ഥം അനുപശ്യതി. അപ്പൊ യഥാർത്ഥത്തിൽ ആത്മീയമായി ബ്രഹ്മധാരണയിൽ എത്തിയ ഒരു വ്യക്തിക്ക് എല്ലാത്തിനും ഒരേപോലെ കാണാൻ കഴിയുന്നു. ആ ഒരേപോലെയുള്ള കാഴ്ചപ്പാടിനെയാണ് ബ്രഹ്മധാരണ എന്ന് പറയുന്നത്. ആ ബ്രഹ്മധാരണയിലാണ് നമ്മൾക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കും. അല്ല, നമ്മൾ സാധാരണ പറയാറുണ്ട് എല്ലാവരെയും ഒരേപോലെ കാണണം. അത് ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ സാധ്യമല്ല. എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ ആത്മീയ ദൃഷ്ടിയിലാണ്, ബ്രഹ്മധാരണയിലാണ് എല്ലാവരിലും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവാണ് ഇരിക്കുന്നത്, എല്ലാവരും ഒരേപോലെയാണ് എന്ന് കാണുന്നത്. പൂച്ചയിലും വട്ടിയിലും ആനയിലും ഒരു കുഞ്ഞു പുഴുവിലും എല്ലാത്തിനും ഒരേപോലെ കാണാൻ നമ്മൾ എല്ലാവരിലും ഒരേ ജീവാത്മാവാണ് ഇരിക്കുന്നത് എന്ന് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കും. യെസ്, കറക്റ്റ് ആണ്. ഇനി മാതാജി. ശരീരം എത്ര വലുതായാലും ജീവാത്മാവ് വളരെ ചെറുതാണ്, വളരെ സൂക്ഷ്മമായിട്ട് കാണുന്നത് അല്ലേ? യെസ്, ശരീരത്തിന്റെ മാറ്റങ്ങൾ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? അനാദിത്വ നിർഗുണത്വ പരമാത്മായ മവ്യ ശരീരസ്ഥോപി കൗന്ദര്യ നക്കരോതി ന ലഭ്യതേ. 32ാമത്തെ ശ്ലോകം. 32ാമത്തെ ശ്ലോകത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത്? കൗന്ദയ അർത്ഥം എന്താ? കൗന്ദയ അർത്ഥം കൗന്ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിപുത്ര, അർജുനനോട് പറയുന്നതാണ്. ശരീരസ്തോപി കൗന്ദയ, കുന്തിയുടെ പുത്രൻ അർജുനനെ വിളിക്കുന്നതാണ്, അല്ലയോ അർജുന എന്ന് പറയുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പേ ജീവൻ ഉണ്ടായിട്ടുണ്ട്. ശരീരമാണ് വളരണത്, ക്ഷയിക്കണത്, അതൊക്കെയാണ് പ്രഭു. 32ാമത്തെ ശ്ലോകം. യെസ്, അനാദിത്വ എന്ന് പറയുന്നത് അനാദിയാണ്. ജീവൻ അനാദിയാണ്. ശരീരം ഉണ്ടാകുന്നതിന്റെ മുന്നേ തന്നെ ജീവനുണ്ട്, എല്ലാ കാലത്തും ജീവനുണ്ട്. അതാണ് അനാദി എന്ന് പറഞ്ഞത്. അനാദിത്വ നിർഗുണത്വ. ഈ ഭൗതിക ശരീരത്തിന്റെ ഗുണങ്ങളൊന്നും ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. സത്വരജസ്തമോ ഗുണങ്ങൾ ബാധിക്കുന്നില്ല. അതാണ് നിർഗുണത്വ എന്ന് പറഞ്ഞത്. പരമാത്മായ അവ്യയം. ആ രണ്ട് ആത്മാക്കളെയും, ജീവാത്മാവിനെയും പരമാത്മാവിനെയും, അത് രണ്ടും എന്താണ്? അവ്യയമാണ്, ഒരിക്കലും നശിക്കാത്തതാണ് എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ശരീരസ്ഥോപി കൗന്ദയ ന കരോതി ന ലിപ്യതേ. ശരീരത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിലും എന്താണ് പറഞ്ഞത്? ആത്മാവൊന്നും ചെയ്യുന്നില്ല. ശരീരത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിലും ആത്മാവൊന്നും ചെയ്യുന്നില്ല. ന കരോതി, ആത്മാവ് ഭൗതികമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെന്ത് പറഞ്ഞു? ന ലിപ്യതേ, മാറ്റം വരുന്നില്ല. ശരീരത്തിനാണ് മാറ്റം വരുന്നത്. ശരീരത്തിന് വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലെ? അപ്പോ ആത്മീയമായിട്ടുള്ള ദർശനം ഇല്ലാത്തവർ വിചാരിക്കും എനിക്കാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്, അല്ലെ? അയ്യോ, എനിക്ക് പ്രായമായി, എന്റെ മുടി നരച്ചു, എനിക്ക് പ്രായമായി എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ എനിക്ക് പ്രായമാകുന്നില്ല, എന്റെ ശരീരത്തിനാണ് പ്രായമാകുന്നത്, അല്ലെ? എനിക്ക് എന്താണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് വിചാരിക്കും. ഞാനല്ല മരിക്കാൻ പോകുന്നത്, എന്റെ ശരീരമാണ് മരിക്കാൻ പോകുന്നത്. ശരീരം മരിച്ചാലും ഞാൻ മരിക്കുന്നില്ല എന്ന ആത്മീയമായിട്ടുള്ള ദർശനം കിട്ടിയവർക്ക് മനസ്സിലാകും. അല്ലാത്തവർ വിചാരിക്കും ഞാൻ മരിക്കാൻ പോകും, ഞാൻ ഇല്ലാണ്ടായി പോകും, ഞാനിതാ ഇല്ലാണ്ടാവാൻ പോവുകയാണ് എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല, ശരീരമാണ് ഇല്ലാതാകുന്നത്. ഞാൻ എല്ലാ കാലത്തും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? ലിപ്യതേ. ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല. ശരീരത്തിനെ ബാധിക്കുന്ന കാര്യമൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ജനിക്കുന്ന പോലുമില്ല, ശരീരമാണ് ജനിക്കുന്നത്. ആത്മാവ് ശരീരം ജനിക്കുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ട്, എല്ലാ സമയത്തുമുണ്ട്. ശരീരമാണ് ജനിക്കുന്നത്, ശരീരമാണ് വളരുന്നത്,
ശരീരമാണ് പ്രായമാകുന്നത്, ശരീരത്തിനാണ് പ്രായമാകുന്നത്, ശരീരത്തിനാണ് അസുഖങ്ങൾ ബാധിക്കുന്നത്, ശരീരമാണ് പിന്നീട് മരിക്കുന്നത്. ഇതൊന്നും ആത്മാവിന് സംഭവിക്കുന്നില്ല എന്ന ലിപ്യതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രതീഷ് പ്രഭുജി പറഞ്ഞു. ഒരു സംശയം പ്രഭുജി. ഈ ജീവാത്മാവിനെ ഒന്നും ബാധിക്കില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കർമ്മദോഷങ്ങളും ഗുണങ്ങളൊക്കെ അതിനെ ബാധിക്കില്ല, അടുത്ത ജന്മത്തിലേക്ക് അത് ഇതായി വരില്ലേ? യഥാർത്ഥ